ഞാൻ ആക്ച്വലി അന്ന് അവിടെ വീട്ടിൽ ചെന്നപ്പോൾ നമുക്ക് സംസാരിക്കാൻ പോലും പറ്റാത്തൊരിപ്പം 10 വർഷത്തിന് ശേഷം നമ്മൾ ഇപ്പോഴും ഓർക്കുമ്പോൾ നമുക്കതൊരു ഒരു കറുത്ത ദിവസം പോലെ നമുക്ക് തോന്നുക. കാരണം സ്വന്തം സഹോദരി നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് വിൽക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പം നമ്മളതിനെ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മളതിനെ നോക്കുകയാണെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് പറഞ്ഞ് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. നടൻ മുകേഷ് അടക്കമുള്ള താരങ്ങൾക്കെതിരെ പീഡന പരാതി നൽകിയ നടിക്കെതിരെ ഇപ്പോൾ മറ്റൊരു പരാതി ഉയർന്നിരിക്കുകയാണ്. നടിയുടെ അടുത്ത ബന്ധുവാണ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ആ യുവതി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ പരാതിയിൽ പ്രധാനമായിട്ടും പറയുന്നത്? ഞാൻ പറഞ്ഞ ഈ സംഭവം നടക്കുന്നത് 2014 അന്ന് ഞാൻ മൈനറാണ്. ഞാൻ 10th കഴിഞ്ഞിട്ട് SSLC എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് ഈ സ്ത്രീ എന്നെ ചെന്നൈയിലായിരുന്നു പുള്ളിക്കാരി സെറ്റിൽഡ് ആയിരുന്നത്. അപ്പോൾ ചെന്നൈയിലേക്ക് വിളിക്കുകയുണ്ടായി. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് പുള്ളിക്കാരി ഫിലിം ഫീൽഡിൽ അത്യാവശ്യം ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പം നീ വരുവാണെങ്കിൽ നിനക്ക് ഫിലിമിൽ ഒരു ചാൻസ് തരാം, നമുക്ക് എന്തായാലും കുറേ ഓഡിഷൻസ് ഒക്കെ പോയി നോക്കാം, വെക്കേഷൻ ടൈം അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പം നമ്മളും ആ ഒരു ടൈമിൽ ഫിലിമൊക്കെ കയറാമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും സിനിമയിലൊക്കെ അഭിനയിക്കണം. അപ്പോൾ ഞാൻ പോയി, ഞാനും എൻ്റെ അമ്മയും കൂടിയാണ് പോയത്. അപ്പോൾ ആ ഫസ്റ്റ് ദിവസം ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ട് നമ്മളൊരു കസിൻ്റെ അല്ലെങ്കിൽ ബന്ധു വീട്ടിൽ പോകുന്ന പോലെ തന്നെയായിരുന്നു അവിടുത്തെ ഒക്കേഷനും കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് ഡേ എന്നോട് റെഡി ആവാൻ പറഞ്ഞു, എന്നെ നല്ല രീതിയിൽ ഒരുക്കി ഓഡീഷന് പോകാമെന്നും പറഞ്ഞ് എന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയി. അപ്പം ആ ടൈമിൽ അമ്മേനെ അവിടെ ആക്കിയിട്ടാണ് പോയത്. കാരണം അവരുടെ 2 മക്കളുണ്ട്. അപ്പോൾ അവർ നോക്കാനായിട്ട് അമ്മേനെ ആക്കിയിട്ട് എന്നെ ഇവർ കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞതും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞതും ഓഡീഷന് പോവാണെന്ന് തന്നെയാണ്. അപ്പോൾ എന്നെ കൊണ്ടുപോയത് ഇവരുടെ പ്ലേസ് അണ്ണാനഗറിലാണ്, ചെന്നൈ. എന്നെ കൊണ്ടുപോയത് വേറെ ഏതൊരു ഹോട്ടലിലേക്കാണ്. അപ്പോൾ ഓഡീഷൻ അവിടെയാണെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ റൂമിൽ ഒരു 5-6 ആൾക്കാരുണ്ടായിരുന്നു. കുറേ ആണുങ്ങളായിരുന്നുണ്ടായിരുന്നു, വേറെ ലേഡീസ് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെന്നു, അവരൊക്കെ എന്നെ ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്തു. ഒരാൾ എനിക്ക് ആദ്യം വന്ന് ഷേക്ക് ഹാൻഡ് തന്നു. അത് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരുടെ അടുത്ത് ഓക്കെ എന്നുള്ള രീതിയിൽ തമിഴിൽ എന്തൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത ആൾ വന്ന് എനിക്ക് ഷേക്ക് ഹാൻഡ് അല്ല തന്നത്. അവർ വന്ന് എൻ്റെ അനുവാദം ഇല്ലാണ്ട് എൻ്റെ മുഖത്തും കവിളിലും എൻ്റെ തോളത്തൊക്കെ പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ തട്ടി മാറ്റി. അപ്പോൾ ഞാൻ ഭയങ്കര അസ്വസ്ഥമായിരുന്നു. എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. എനിക്ക് അറിയാത്ത ആൾക്കാർ ഇവരെൻ്റെ അനുവാദമില്ലാണ്ട് ദേഹത്തോണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഷൗട്ട് ചെയ്ത് എനിക്ക് വീട്ടിൽ തിരിച്ചു പോകണമെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു വീട്ടിൽ പോകാൻ നിൽക്കുക, ഞാനെന്നെ കൊണ്ടുവന്നുള്ള രീതിയിൽ ഇവർ തിരിച്ച് എന്നോട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെന്നെ കൊണ്ടുവന്നേക്കുന്ന ഒരു ഓഡിഷൻ അല്ല, ഇവർക്ക് വേറെ എന്തൊക്കെയോ നിഗൂഢമായ ലക്ഷ്യങ്ങൾ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വീണ്ടും കരയാനും ബഹളം വെക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇവരെന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുള്ളിക്കാരി ഇതിനു മുമ്പ് എന്തോ ഡാൻസ് ക്ലാസ്സോ ട്രാവൽ ഏജൻസി ഒക്കെ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് മുമ്പും പെൺകുട്ടികളെ പുള്ളിക്കാരി ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്, ആർക്കൊരു കുഴപ്പമില്ല, അവരൊക്കെ സന്തോഷത്തോടെ ദുബായിലൊക്കെ ജീവിക്കുന്നു, വന്നും പോയൊക്കെ നിൽക്കുന്നു. പക്ഷെ ലൈഫിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ നിനക്കും ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും. എനിക്ക് ഫാദർ ഇല്ല, അപ്പം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് അവർക്കും അറിയാം. അപ്പം ഇതൊക്കെ മാറാൻ നിനക്ക് നീ കാരണം നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റും. ആൻറ്റീനെ കണ്ടില്ലേ, എന്നെക്കാളും 25 വയസ്സിന് മൂത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ആൻറ്റി എന്ന് വിളിക്കുന്നത്. കാരണം എൻ്റെ അമ്മയുടെ ഏറ്റവും മൂത്ത സഹോദരിയുടെ മകളാണ്. അപ്പോൾ അവരുടെ ഏറ്റവും ഇളയ മകളുടെ പ്രായം എനിക്കുള്ളൂ. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്താണ്, പക്ഷെ ഞാൻ ആൻറ്റി എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്, അങ്ങനെയാണ് ശീലിച്ചത്. അപ്പം ഇപ്പം കണ്ടില്ല, നമുക്ക് എല്ലാവർക്കും നീ ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാൻ പറ്റുമെന്ന് തന്നെ പറഞ്ഞ് എന്നോട് ആ ഒരു രീതിയിലുള്ള ജീവിതത്തിലേക്ക് എന്നെ ഭയങ്കരമായിട്ട് പുള്ളിക്കാരി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും അതിന് വേണ്ടി എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവസാനം ഞാൻ അത്രയും ബഹളം വെച്ച് അവിടുന്ന് വല്ലാത്തൊരു മാനസികാവസ്ഥ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നു. അവർ തന്നെയാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നത്. ഏതെങ്കിലും സമയത്ത് ഇത് ആരോടെങ്കിലും പങ്കുവെച്ചിരുന്നോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നായിട്ട്? ഞാൻ ആക്ച്വലി അന്ന് അവിടെ വീട്ടിൽ ചെന്നപ്പോൾ നമുക്ക് സംസാരിക്കാൻ പോലും പറ്റാത്തൊരിപ്പം 10 വർഷത്തിന് ശേഷം നമ്മൾ ഇപ്പോഴും ഓർക്കുമ്പോൾ നമുക്കതൊരു ഒരു കറുത്ത ദിവസം പോലെ നമുക്ക് തോന്നുക. കാരണം സ്വന്തം സഹോദരി നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് വിൽക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പം നമ്മളതിനെ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മളതിനെ നോക്കുകയാണെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് പറഞ്ഞ് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. ഞാൻ അന്ന് ആരോടും പറഞ്ഞില്ല. അന്ന് വരുന്ന വഴിക്ക് എൻ്റെ അമ്മയോട് എന്ത് പറഞ്ഞായിരുന്നു, എനിക്കൊരു സഹോദരനുണ്ട്, സഹോദരൻ്റെ അടുത്തും പറഞ്ഞിരുന്നു. പുള്ളിക്കും ഭയങ്കര ദേഷ്യം വന്നു. അമ്മയും പുള്ളിക്കാരിയെ വിളിച്ച് പിറ്റേ ദിവസം ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് ലീഗലി പുള്ളിക്കാരി ചെന്നൈയിലാണ്, ഇപ്പം ഇവിടെ ആലുവയിൽ സെറ്റിൽഡ് ആയിരുന്നു. അന്നൊക്കെ ചെന്നൈയിലായിരുന്നു. നമുക്ക് അന്നൊന്നും ചെയ്യാനുള്ള സാമ്പത്തികമോ അല്ലെങ്കിൽ അതിനുള്ള പ്രായമോ ഇല്ലായിരുന്നു. എനിക്ക് 16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അതുമൂലം ഉണ്ടായ ഒരു മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വിവരിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തായിരുന്നു. ഇപ്പോൾ ഈ പരാതി ഉന്നയിക്കാനുള്ള ഒരു കാരണം എന്താണ്? അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ദുരൂഹത ഉണ്ടാകും എന്നാണ് ഈ നടി പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. ആയിക്കോട്ടെ, ഞാനത് പ്രതീക്ഷിച്ചായിരുന്നു. ഇപ്പം ഞാനത് പറയുമ്പോൾ ഇവർ ഏത് രീതിയിലായിരിക്കും പ്രതികരണം ഉണ്ടാവുക എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതിപ്പോൾ പറയാൻ കാരണം ഞാൻ പറഞ്ഞു അന്നത്തെ എൻ്റെ പ്രായമല്ല ഇന്ന് എനിക്ക്. അത് മാത്രമല്ല കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ വഴി ഇവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സാധാരണ മലയാളികളെ പോലെ കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അപ്പോൾ ഈ സ്ത്രീ യഥാർത്ഥത്തിൽ എന്താണ്, സ്വന്തം സഹോദരിയോട് ഇവരെന്താണ് ചെയ്തതെന്ന് ഈ ലോകം അറിയണമെന്ന് തീരുമാനിച്ചത് തന്നെയാണ് ഞാനിത് പെറ്റീഷനായിട്ട് മൂവ് ചെയ്ത്. ഞാൻ ഒരിക്കലും മീഡിയയിലേക്ക് പറയുന്നതിനേക്കാൾ മുന്നേ ഞാനിത് പെറ്റീഷനായിട്ട് കേരള DGPക്കും തമിഴ്നാട് DGPക്കും പിന്നെ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഞാൻ പെറ്റീഷൻ കൊടുത്തതിന് ശേഷമാണ് ഞാൻ മീഡിയയുടെ മുന്നിൽ ഈ കാര്യം പറഞ്ഞത്. കാരണം ലോകം അറിയണം എന്താണ് ഈ സ്ത്രീ എന്നുള്ള ലോകം അറിയണം.